അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി. ക്ഷണം ലഭിച്ചില്ലെങ്കിലും പോകുമെന്ന് സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനത്തിന് മുൻപെയാണ് പ്രഖ്യാപനം. അയോധ്യ വിഷയത്തിൽ നിലപാടറിയിക്കുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് സുഖ്വീന്ദർ സിംഗ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യമായ പ്രതികരണം അറിയിക്കുന്ന കോൺഗ്രസ് നേതാവ്, പക്ഷേ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണവും എങ്ങനെ നോക്കിക്കാണുന്നു? ലക്ഷ്മി, ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യയിൽ 22-ാം തീയതി തീർത്ഥക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ ചടങ്ങിലേക്ക് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ വലിയ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ക്ഷണം തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. ഇതിനിടയിൽ ചില അഭിപ്രായങ്ങൾ, ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ചില നേതാക്കൾ അഭിപ്രായം പറഞ്ഞെങ്കിലും ഇത്ര വളരെ വ്യക്തമായി ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന്, ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇതാദ്യമായാണ് വരുന്നത്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു അദ്ദേഹം തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത് ശ്രീരാമൻ എന്നുള്ളത് ഓരോ ഭക്തരുടെയും അഭയ കേന്ദ്രമാണ്, മാത്രമല്ല ശ്രീരാമ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ താൻ മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറെ ശ്രദ്ധേയം. ഇങ്ങനെ ഹൈക്കമാൻഡ് ഒരു നിലപാടെടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു അഭിപ്രായ പ്രകടനമുണ്ടായത് അത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ളൊരു അനിശ്ചിതത്വത്തിന് വഴിവെച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാരണവശാലും ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനടക്കം ഉന്നയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ നാടായ കേരളത്തിൽ നിന്ന് അടക്കമുള്ള നേതൃത്വം, PCC നേതൃത്വമാണ് ഇങ്ങനെ അത് പോകുന്നത് വലിയ, അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരാനിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം 19 MP-മാർ, കേരളത്തിൽ നിന്നുള്ള 19 MP-മാർ കോൺഗ്രസിൻ്റെ ആയിരുന്നു. കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലാണ് പ്രാദേശികമായി കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായത്. അതാണ് നേതൃത്വം AICC നേതൃത്വത്തെ അറിയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നതിനാൽ, അതായത് തള്ളണോ കൊള്ളണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇങ്ങനെ നിലനിൽക്കുന്നു. ഇത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശിലൊക്കെ വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യമുണ്ട്. രാഷ്ട്രീയപരമായി, അതായത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല അല്ലാതെയും വലിയ തിരിച്ചടി കോൺഗ്രസിന് ഇത് ഉണ്ടാക്കും, അതിന് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലും അത് തിരിച്ചടിക്ക് വഴിവെക്കും. ഇങ്ങനെ രണ്ട് തട്ടിലായിട്ട് കോൺഗ്രസ് നേതൃത്വം ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ കക്ഷികൾ കൂടുതലായി അവരുടെ നിലപാടുകൾ ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പല കക്ഷി നേതാക്കളും ഒക്കെ തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പോകുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും അത്തരമൊരു തീരുമാനം, അതായത് ഈ ഒരു ചടങ്ങിൽ ഔദ്യോഗികമായി പങ്കെടുക്കുമെന്നുള്ളൊരു തീരുമാനമായിരിക്കും ഉണ്ടാകാൻ ഇടയുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ CPM ഇതിൽ ഈ ഒരു വിഷയത്തിൽ, CPM-ഉം CPI-യും ഇടത് പ്രസ്ഥാനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഏതായാലും കോൺഗ്രസ് ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് നിലപാട് ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കണമെന്നുള്ളത് ലക്ഷ്യം. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.